ഒന്നാമത് ഒരു ബെയിൽ ഓർഡർ കൊടുത്തു, അത് പിന്നെ റീകോൾ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. അത് പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ അതുപോലെ തക്കതായ എന്തെങ്കിലും കാരണം വേണം. അതായത് പഴയ CRPC 439(2) അനുസരിച്ച് കൊടുത്തേക്കുന്ന ഒരു ബെയിൽ കോടതിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആ ക്യാൻസൽ ചെയ്തേക്കുന്നതിന് വേറെ കാരണങ്ങളാണ്, അല്ലാതെ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാര്യം പോകുന്നില്ല എന്നുള്ളതൊന്നും അതിനൊരിക്കലും ഒരു കാരണമല്ല. നമസ്കാരം. ബോച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും ജാമ്യവും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ മുതൽ നടന്ന ആ പട്ടി ഷോയുണ്ടല്ലോ, ബോച്ചെ ജയിലിൽ നിന്ന് ഇറങ്ങാതെ നടത്തിക്കൊണ്ടിരുന്ന ആ പട്ടി ഷോയെ കുറിച്ച് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞ വാക്കുകളാണിത്. സത്യത്തിൽ ഇന്നലെ നടന്നത് പട്ടി ഷോ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? ഇന്നലെ ജാമ്യം നൽകിയിട്ടും ജയിലിന് പുറത്തിറക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്ന ബോബി ചെമ്മണ്ണൂരിന് ഒടുവിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. കോടതിയോട് കളിക്കാൻ നിൽക്കരുതെന്നാണ് പറഞ്ഞത്. കളിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം റദ്ദു ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്ന് ഒടുവിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. ഇതേ സാഹചര്യത്തിലാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായത് തന്നെ ബോച്ചെ. ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത് എന്തിനാണ് എന്നതിൽ ഉച്ചയ്ക്ക് 12-ന് വിശദീകരണം നൽകാനും കോടതി ഉത്തരവിടുകയും ചെയ്തു. കോടതി ചോദിച്ചത് ഏതാണ്ട് ഇങ്ങനെയാണ്: എന്താണ് ഇന്നലെ സംഭവിച്ചത്? ജാമ്യ ഉത്തരവ് എപ്പോഴാണ് പുറത്തിറങ്ങിയത് എന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു. 4/8-ന് ഉത്തരവ് പുറത്തിറങ്ങി. 4:45-ന് റിലീസിംഗ് ഓർഡറും കിട്ടി. ഒരു സാങ്കേതിക പ്രശ്നവും ഇതിനിടയിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാതിരുന്നത്? കോടതിയിൽ ഇത്തരം നാടകങ്ങളൊന്നും കളിക്കരുത്. ജാമ്യം നൽകാൻ മാത്രമല്ല, അത് റദ്ദാക്കാനും എനിക്കറിയാമെന്നായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. ബോബി ഹൈക്കോടതിയോട് കളിക്കാൻ ശ്രമിക്കുകയാണ്. റിമാൻഡ് തടവുകാരുടെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്. കുറെ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം പരിപാടികൾ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കോടതിക്കറിയാം. അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനുള്ളിൽ വിചാരണ നടത്തിക്കും. അതിനും മടിക്കില്ല. കോടതി ഉത്തരവ് ഇത്രയ്ക്ക് ലഘുവായിട്ടാണോ എടുക്കുന്നത് എന്നുകൂടി കോടതി ആരാഞ്ഞു. റിലീസിംഗ് ഓർഡർ എത്തുന്നതിന് 7 മണി വരെ ജയിൽ അധികൃതർ കാത്തുനിന്നെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ബോബിയെ കുറിച്ച് താൻ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടെന്ന് കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തു. തനിക്ക് മുകളിൽ ആരുമില്ലെന്നാണ് ബോബിയുടെ ധാരണ. ആരാണ് മുകളിൽ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഉത്തരവിടാം. ബോബി നിയമത്തിന് മുകളിലാണെന്നാണോ വിചാരമെന്നുകൂടി കോടതി ചോദിക്കുകയും ചെയ്തു. സത്യത്തിൽ കോടതിയെ ഇതെല്ലാം ചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാ കോടതി ഇതിന് തുനിഞ്ഞിറങ്ങിയതൊന്നുമല്ല. പക്ഷേ കോടതി ചെയ്യേണ്ട കാര്യം കോടതി കൃത്യമായി തന്നെ ചെയ്യുകയും പിന്നീട് അതിന് പിന്നാലെ മേൽപ്പറഞ്ഞതുപോലെ തന്നെ ഒരു പട്ടി ഷോ നടത്തുകയും ചെയ്തത് ബോബി ചെമ്മണ്ണൂരാണ്. സഹി കേട്ടിട്ടാണ് കോടതി ഇത്രയും വിമർശനം ഉന്നയിച്ചത്. ഇത് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് തെറ്റല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടന്നത്. പക്ഷേ കോടതി പറയുന്നുണ്ട്, ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം റദ്ദു ചെയ്ത് അകത്തിടുമെന്ന്. കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നു. മേൽപ്പറഞ്ഞ ഓഡിയോ ക്ലിപ്പിലും നമ്മൾ കേട്ടത് ഇത് തന്നെയാണ്. അതായത് കോടതിക്ക് ഇതൊന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ കോടതി അത് നിയമവ്യവസ്ഥ അതിൻ്റെ രീതിയിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ സാധാരണക്കാരനോട് പെരുമാറുന്ന രീതിയിൽ കോടതിയോട് പെരുമാറുകയാണ് ചെയ്തത്. സത്യത്തിൽ കോടതി അലക്ഷ്യമല്ലേ ബോബി ചെമ്മണ്ണൂർ കാണിച്ചത്? ബോബി ചെമ്മണ്ണൂറിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും പേരെ അവിടെ ഇറക്കി നിർത്തിയിരിക്കുന്നത്? ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ജയ് വിളിക്കാൻ അവിടെ എത്തിയവരെല്ലാം തന്നെ അവിടെ ഇറക്കുമതി ചെയ്ത ആൾക്കാരാണ്. സ്വാഭാവികമായി എത്തിച്ചേർന്ന ജനക്കൂട്ടം മാത്രമാണെന്നൊന്നും ആരും കരുതുന്നില്ല. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന അറുവഷളനെ, ഈ അറുവഷളനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയ ഒരു താരം തന്നെയാണ് ഹണി റോസ്. ഹണി റോസിന്റെ ഭാഗത്തും നമ്മൾ നീതീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായി, വിവാദ വ്യവസായിയെ അയാൾ ഏതു രീതിയിലും വിവാദമുണ്ടാക്കുകയും തൻ്റെ സാധനങ്ങൾ, അതായത് തൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമായി അതിനെ എടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇത്തരത്തിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ബിസിനസ് നടത്തിയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ബിസിനസ്സുകാരനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും.
ബോബി ചെമ്മണ്ണൂർ കാണിച്ചത് മുഴുവൻ ശുദ്ധ പോക്രിത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ജയിലിന് മുമ്പിൽ എത്തിയവർക്കും ജയിൽ വിളിക്കാൻ എത്തിയവർക്കും ഒക്കെ അറിയാം ഇയാൾ 6 വർഷങ്ങളാണ് പോക്രിത്തരമാണ് കാണിക്കുന്നത് എന്നുള്ളത്. നമുക്ക് അയാൾ ഒരാൾക്ക് ജോലി കൊടുത്തത് കൊണ്ടോ വീട് പണിത് കൊടുത്തത് കൊണ്ടോ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തത് കൊണ്ടോ ചെയ്ത പ്രവൃത്തിയെ നീതീകരിക്കാനാവില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനുള്ള ശിക്ഷയാണ് കോടതി വിധിച്ചത്. എന്നിട്ടും കോടതി പോലും സത്യത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നു. വഷളത്തരം മാത്രമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കോടതി വിലയിരുത്തുകയും ചെയ്യുന്നു. എന്നിട്ടും പറയുന്നു ഈ ശിക്ഷ മതി, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത്. അത് അഡ്വക്കേറ്റ് രാമൻ പിള്ള അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ജാമ്യം കിട്ടിയിട്ടും ഇന്ന് രാവിലെയാണ് കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഹൈക്കോടതി സ്വമേധയാ കേസ് വീണ്ടും പരിഗണിച്ച് വിമർശിച്ചതിന് പിന്നാലെയാണ്, ഹൈക്കോടതിയുടെ വിമർശനമാണ് നമ്മൾ മുൻപേ പറഞ്ഞത്, അതിനുശേഷമാണ് അഭിഭാഷകരെത്തി ബോബി ചെമ്മണ്ണൂരിനെ അതിവേഗം പുറത്തിറക്കുന്നത്. ഇത് പുറത്തിറങ്ങാൻ ഇനിയും ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ബോച്ചെ ശ്രമിക്കട്ടെ. ബോച്ചയ്ക്ക് അങ്ങനെയായിരുന്നില്ല. ബോച്ചെ ഇതും വിറ്റ് തന്ത്രമാക്കാനായി, അതായത് ഇതും വിറ്റ് പണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവിടെ കിടന്ന് നടത്തിയത് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. ഇന്നലെ രാവിലെ ജാമ്യാപേക്ഷ പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ജാമ്യം അനുവദിക്കുകയും ഉച്ചകഴിഞ്ഞ് 3:30 ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നതാണ്. പ്രതിഷേധിക്കാൻ വേണ്ടിയല്ല ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാത്തതെന്ന് ബോബി ചെമ്മണ്ണൂരും പറഞ്ഞു. ജയിലിലുള്ള ചില തടവുകാർക്ക് ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാനായിട്ടില്ല അത്രേ. അവർക്ക് പണം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ദിവസം കിടന്നത്. അതിൽ പ്രതിഷേധമൊന്നുമില്ല. ഇതിനൊപ്പം ഉത്തരവ് കിട്ടാൻ വൈകിയെന്ന് കൂടി ബോബി ചെമ്മണ്ണൂർ വെച്ചങ്ങ് തള്ളി. രാവിലെ 9:50 ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുകയാണ്. പിന്നീട് ആരാധകർ ആരും എത്തിയതുമില്ല. വിഷണ്ണനായി തന്നെയാണ് ജയിലിൽ നിന്നിറങ്ങിയ ബോബി ചെമ്മണ്ണൂരിനെ ഏവരും കണ്ടത്. ഹൈക്കോടതിയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയും എടുത്തു. അതിനു വേണ്ടിയാണ് പ്രതിഷേധമില്ലെന്ന് വ്യക്തമാക്കിയതും. ഹൈക്കോടതി ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യത സത്യത്തിൽ അഭിഭാഷകർ മനസ്സിലാക്കി കൊടുത്തതോടുകൂടിയാണ് ബോബിയെ അതിവേഗം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. അനാവശ്യമായതൊന്നും പറയാതിരിക്കാൻ മുൻകരുതൽ അഭിഭാഷകർ എടുക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ ഒന്നും വരാതിരിക്കാനായിരുന്നു ഇത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജയിലിൽ നിന്നുള്ള ഈ പുറത്തിറക്കൽ അങ്ങനെ മറ്റൊരു തലത്തിൽ നാടകീയമായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. ജയിലിൽ കോടതി ഉത്തരവ് കൊണ്ടുവരാൻ വൈകിയതിന്റെ കാരണവും അഭിഭാഷകർ വിശദീകരണമായി എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നടി ഹണി റോസിന്റെ പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബോണ്ടിൽ ഒപ്പിടാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിച്ചെന്ന വാർത്തയിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നടപടി കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ഇത് കുരുക്കായി മാറാനാണ് സാധ്യത. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരെ അടക്കം ഹൈക്കോടതിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റേതാണ് ഈ ഇടപെടൽ. അഡ്വക്കേറ്റ് B രാമൻ പിള്ളയ്ക്കും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടെന്നാണ് സൂചന. ബോബിക്ക് ജാമ്യം കൊടുക്കുന്നതിനെ സർക്കാർ എതിർക്കുകയും ചെയ്തിരുന്നു. ബോബിക്ക് വേണ്ടി അസാധാരണമായ വിധം വാദിച്ചാണ് രാമൻപിള്ള ജാമ്യത്തിലേക്ക് കോടതിയെ എത്തിക്കുന്നത് തന്നെ. ബോബി ചെയ്തത് തെറ്റാണെന്ന് വിലയിരുത്തി ഹൈക്കോടതി ജാമ്യവും നൽകി. എന്നാൽ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി ഇതിനെ ഗൗരവത്തിലെടുത്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി തന്നെയാണ് അതിവേഗം ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയതും. സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർക്ക് ജാമ്യത്തിന് അവസരം ഒരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങൂ എന്നുമൊക്കെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ എത്തി. എന്നാൽ ജാമ്യ ബോണ്ട് കഴിഞ്ഞ ദിവസം ജയിലിൽ എത്തിയില്ലെന്നാണ് അധികൃതർ പറഞ്ഞത്. ഒപ്പിടൽ നിഷേധിക്കലിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് ഹൈക്കോടതിയുടെ അസാധാരണ നീക്കമുണ്ടായത്. ഇതോടെ കോടതിക്ക് മുമ്പിൽ വീണ്ടും ബോബിയുടെ അഭിഭാഷകർക്ക് നിലപാട് വിശദീകരിക്കേണ്ടി വരികയാണ്. ഉപാധികളോടെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച വിധിയിൽ ഹൈക്കോടതി ബോബിയെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടതില്ലെന്നും ശരീരത്തെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നുകൂടി ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്തായാലും ഈ വിഷയത്തിൽ ചെമ്മണ്ണൂരിനെതിരെ പ്രഥമ ദൃഷ്ട്യ കുറ്റം നിലനിൽക്കുമെന്നുമാണ് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയത്. ജാമ്യം കൊടുക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്നാൽ 3 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളതെന്ന വാദം അംഗീകരിച്ചിട്ടാണ് കോടതി ജാമ്യം നൽകിയത്. ഇതിനുശേഷമാണ് വീരപുരുഷൻ എന്ന പരിവേഷം സൃഷ്ടിച്ചെടുക്കാൻ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും അവർക്ക് ജാമ്യത്തിന് അവസരം ഒരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങുമെന്നും നിലപാടെടുത്തതായി വാർത്തകൾ എത്തിയത്. ഇതാണ് കോടതി ഗൗരവത്തിൽ എടുത്തതും. എന്തായാലും ഈ പട്ടിഷോ മുഴുവൻ നടത്തിയിട്ടും ഒടുവിൽ കോടതി വടിയെടുത്തതോടുകൂടി അനുസരണയുള്ള കുട്ടിയെ പോലെ ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങേണ്ടി വന്നു. സത്യത്തിൽ നെല്ലിക്കാത്തളം വെക്കേണ്ട തലയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഇത്തരത്തിൽ നെല്ലിക്കാത്തളം വെക്കേണ്ട അസുഖമുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതായി വരും. ബോബി എല്ലാവരെയും കറക്ക് കമ്പനിയിൽ പെടുത്തി കുടുക്കുന്നത് പോലെ ഹൈക്കോടതിയെ കൂടി ഇത്തരത്തിൽ കുടുക്കാമെന്ന് വിചാരിച്ചു കാണണം. എന്തുകൊണ്ടോ ബോധം എന്നുള്ളത് ഇല്ലാതെ പോയോ? പക്ഷെ കോടതിയുടെ ഈ വിമർശനം, രൂക്ഷമായ രീതിയിലുള്ള വിമർശനം അഭിഭാഷകർ എത്തിച്ചതോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂർ സറണ്ടർ ചെയ്യുന്നത്, പുറത്തിറങ്ങാമെന്ന് വാദിക്കുന്നത്. സത്യത്തിൽ ഇനി പുറത്തിറങ്ങിയ ബോച്ചെ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് കൂടി രാഷ്ട്രീയ കേരളം നോക്കിയിരിക്കുകയാണ്. കാരണം വാൾ തുറന്നാൽ വഷളത്തരവും ആഭാസത്തരവും മാത്രം പറയുന്ന, ആഭാസത്തരം എന്ന് മാത്രം പറയുമ്പോൾ സെക്സ് ജോക്കുകൾ മാത്രം പറയുന്ന ബോബി ചെമ്മണ്ണൂർ അതിനെ ഏതു രീതിയിലും വ്യാഖ്യാനിച്ചെടുക്കുകയും ചെയ്യും. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ മറവിൽ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. പക്ഷേ പല മാധ്യമങ്ങളും ബോബി ചെമ്മണ്ണൂരിനെതിരെ മിണ്ടാൻ മടിക്കുന്നത് അവരുടെ വരുമാന മാർഗം കൂടിയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം നിവർത്തികേടുകൊണ്ടാണ് സത്യത്തിൽ ഈ വാർത്തകൾ കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പല മാധ്യമ സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്നവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ. അതുകൊണ്ടാണ് അവർ പലതും മുക്കിയതും. ബോച്ചയ്ക്കെതിരെ പത്രസമ്മേളനം നടത്തിയ ഒരാളുടെ വാർത്ത ആരും കൊടുത്തില്ല. അതിൽ തന്നെ അറിയാം ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരന്റെ വിജയം എവിടെയാണെന്നുള്ളത്. സത്യത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന ആഭാസത്തരം പറഞ്ഞ് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി അതിലൂടെ ബിസിനസ് ഉണ്ടാക്കിയെടുക്കുന്ന ഈ വഷളനെ ഒതുക്കാനായിട്ട് സത്യത്തിൽ ഹണി റോസ് തന്നെ വേണ്ടി വന്നു. ഹണി റോസിന് മുൻപേ പരാതി കൊടുക്കാമായിരുന്നു. ഹണി റോസ് ചെയ്തത് മുഴുവൻ ശരിയാണ് എന്നൊന്നും നമ്മൾ സമർത്ഥിക്കുന്നില്ല. പക്ഷേ ഹണി റോസിന്റെ പരാതി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പല കാര്യങ്ങളും. നമുക്കറിയാം, സോഷ്യൽ മീഡിയ നോക്കിയിട്ടുണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ടുള്ള ആഭാസത്തരങ്ങളുടെ ബഹളമാണ്. ബോബി ചെമ്മണ്ണൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വീട് നൽകി, ജോലി നൽകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ആഭാസത്തരങ്ങളൊന്നും ഇല്ലാതെയാകുന്നില്ല. ഇതൊന്നും അവരവരുടെ കുടുംബത്തിലുള്ളവർക്ക് സംഭവിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഗർഭിണിയാക്കുകയും അബോർഷൻ നടത്തുകയും ചെയ്ത ഒരു യുവതിയുടെ വീഡിയോ ലീക്കായിരുന്നു. ഇതിനോടൊക്കെ ആർക്ക് എന്താണ് പറയാനുള്ളത്? ഇയാൾ ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്ന് ഇനിയും സമർത്ഥിക്കാൻ നിൽക്കുന്നവരോട് അവരവരുടെ കുടുംബത്തിലേക്കുള്ളവർക്ക് ഇത്തരത്തിലൊരു അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ഒരു ആഭാസനെ സഹിക്കുമോ? അപ്പോഴും ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ജയ് വിളിക്കുമോ? നന്ദി.